ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെഞ്ചർ ജേണി. ഇന്ന് നമ്മൾ 15th ഡേ ആണ്. ഇന്ന് സൺഡേ ആണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് വായിക്കുന്ന ദൈവവചന ഭാഗം ഇതാണ്. യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ ഒരു യെശയ്യാ ദൗത്യം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കേൾക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം എടുക്കാത്തതുകൊണ്ട് പേര് പറയാൻ നിവർത്തിയില്ല. പുള്ളി ഒരു ദിവസം ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു മധ്യവയസ്കനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ബസ്സിലൊക്കെ അടുത്ത് വരുന്ന ആളുകളോട് സംസാരിക്കുന്ന ഒരു ശീലം എൻ്റെ ഈ സുഹൃത്തിനുണ്ട്. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ കണ്ടപ്പോൾ നല്ല വിഷമോ എന്തോ ടെൻഷനൊക്കെ ഉള്ള പോലെ തോന്നി. പേരെന്താണ്? അപ്പോൾ ചോദിക്കുന്നതിന് മാത്രം അദ്ദേഹം ഉത്തരം പറയുന്നു. അപ്പം പിന്നെ കുറച്ച് നേരം അവരുടെ ഉള്ളിൽ നിശബ്ദതയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പതിയെ ഉള്ളിലൊന്ന് പ്രാർത്ഥിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഒരു സ്പിരിച്വൽ മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ഈ മാഗസിൻ ആ ചേട്ടന് കൊടുക്കണം എന്നൊരു വലിയ ഇൻസ്പിറേഷൻ തോന്നുകയാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പ് ചേട്ടാ അപ്പോൾ കാണാം കേട്ടോ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ സ്പിരിച്വൽ മാഗസിൻ കൊടുത്തിട്ട് എൻ്റെ സുഹൃത്ത് വഴിയിൽ നിന്ന് ഇറങ്ങി. പിന്നീട് കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം എൻ്റെ സുഹൃത്തിങ്ങനെ MG റോഡിൽ കൂടെ നടന്ന് വരുമ്പോഴത്തേക്ക് ഹലോ ഹലോ എന്നൊരു വിളിക്കുന്ന ആരോ ഇങ്ങനെ. അപ്പം ഇങ്ങനെ ചുറ്റും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഈ എവിടുന്നോ വിളിക്കുന്ന നമുക്കറിയാമല്ലോ MG റോഡിൽ ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. തിരക്കുണ്ട്, വണ്ടികളുടെ ഒച്ചയുണ്ട്. വീണ്ടും ഇങ്ങനെ ഭയങ്കര വല്ലാണ്ട് ഒച്ചയിൽ ഇങ്ങനെ ആരോ വിളിക്കുന്നു. വീണ്ടും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ ഇങ്ങനെ കൈയൊക്കെ വീശി കാണിക്കുന്നു. അപ്പോൾ സുഹൃത്തിന് മനസ്സിലാവണില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ഞാനാണോ? ആ അതേന്ന് പറഞ്ഞ് അപ്പോൾ ഒന്ന് നിൽക്കണേന്ന് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അദ്ദേഹം ഓടി ക്രോസ് ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ചോദിച്ചു, എന്നെ ഓർക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സുഹൃത്തിന് യാതൊരു ഓർമ്മയില്ല. അപ്പോൾ ചോദിച്ചു, കുറേ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ബസ്സിൽ പരിചയപ്പെട്ടായിരുന്നു. അന്ന് ഞാൻ അത്രയൊന്നും മിണ്ടിയില്ലായിരുന്നു. എന്നിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാം, നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. പുള്ളി ആകെ ഞെട്ടി ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പറയാം. പുള്ളി ഇങ്ങനെ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് കയ്യിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ചെറിയ വിഷക്കുപ്പിയായിട്ടാണ് പുള്ളി വണ്ടി കയറിയത്. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള കണ്ടുമുട്ടലും. അപ്പോൾ അന്ന് അദ്ദേഹം കൊടുത്ത മാഗസിനകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, ഞാൻ എന്തിന് ആത്മഹത്യ ചെയ്യണം. അതായത് ദൈവം നമ്മളെ പരിപാലിക്കും, അത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അവസാനമല്ല. ആ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിളായിരുന്നു. അത് വായിച്ച് പുള്ളി എന്തോ പുസ്തകം മാഗസിൻ എടുത്ത് നോക്കാൻ അദ്ദേഹത്തിന് നോക്കി അദ്ദേഹത്തിൻ്റെ ലൈഫ് അവിടെ സേവ് ചെയ്യപ്പെടുകയാണ്. ശരിക്കും നമുക്കെല്ലാവർക്കും ഒരു ദൗത്യമുണ്ടല്ലേ. നമ്മളിന്ന് ബൈബിളിൽ നമ്മൾ കർത്താവ് യെശയ്യായെ വിളിച്ച് ദൗത്യം ഏൽപ്പിക്കുന്നു. യെശയ്യാ പറയാണ്, ഞാൻ പോകാം എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. അത് നമുക്ക് മറക്കാതിരിക്കാം. എവറി ജീസസ് യൂത്ത് ഈസ് എ മിഷണറി എന്നാണ് പറയുന്നത്. വൺസ് എ മിഷണറി ഓൾവേസ് എ മിഷണറി. അപ്പം നമുക്കതൊക്കെ മറക്കാതിരിക്കും. ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് സൺഡേ ആണ്. നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, ദ മിഷൻ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടിഫുൾ സിനിമയുണ്ട്. ഫാമിലി ഒരുമിച്ചിരുന്ന് ആ സിനിമ കാണുക. നമ്മളെ വല്ലാണ്ട് ഇൻസ്പയർഡ് ആക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുക, പോസ്റ്റർ ഡിസൈൻ ചെയ്യുക. നാളെ വീണ്ടും കാണാം. ബൈ.